2023 ഏകദിന ലോകകപ്പ് ഫൈനലിലെ തോൽവിക്ക് പിന്നാലെ താൻ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുകയാണെന്ന് ഗൗരവമായി ആലോചിച്ചിരുന്നു എന്നും രോഹിത് ശർമ്മ പറഞ്ഞു. ഗുഡ്ഗാവിയിലെ ഒരു ചടങ്ങിൽ സംസാരിക്കവെയാണ് താരത്തിന്റെ ഈ മനസ്സു തുറക്കൽ. 2023 ലോകകപ്പിൽ ഓസ്ട്രേലിയയോട് ഫൈനലിൽ തോൽവി ഏറ്റുവാങ്ങിയതിനു പിന്നാലെയാണ് താൻ തകർന്നു പോയതെന്നും അതിനുശേഷം കളി തുടരാനുള്ള ഊർജം ശരീരത്തിൽ അവശേഷിക്കുന്നില്ല എന്നും തോന്നിയതായി രോഹിത് പറഞ്ഞു. പിന്നീട് തിരിച്ചു വരാൻ കുറച്ച് സമയമെടുത്തു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണിത്. ക്രിക്കറ്റ് എൻ്റെ മുന്നിൽ തന്നെ എപ്പോഴും ഉണ്ടെന്നും അത്ര പെട്ടെന്നൊന്നും എനിക്കത് ഉപേക്ഷിക്കാൻ കഴിയില്ലെന്നും ഞാൻ എന്നെ തന്നെ പലപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പതുക്കെയാണ് ആ പഴയ ഊർജം ഞാൻ വീണ്ടെടുത്തത്. മൈതാനത്ത് സജീവമാകാൻ തുടങ്ങിയതും അങ്ങനെയെന്ന് രോഹിത് വെളിപ്പെടുത്തി. എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. വ്യക്തിപരമായി എനിക്കത് വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത്. കാരണം ലോകകപ്പിന് തൊട്ടു മുമ്പുള്ള 2-3 മാസത്തെ അധ്വാനം മാത്രമല്ല, 2022 ക്യാപ്റ്റനായി ചുമതലയേറ്റതു മുതൽ ആ ലോകകപ്പിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ എല്ലാം നൽകിയത്. ഞാൻ മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും തന്നെ വലിയ നിരാശയിലായിരുന്നു, രോഹിത് വെളിപ്പെടുത്തി. എന്നാൽ 2023 ലോകകപ്പ് ഫൈനലിലെ നിരാശയ്ക്ക് പിന്നാലെ 2024 അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായി നടന്ന 2020 ലോകകപ്പിൽ ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിക്കാൻ രോഹിതിന് സാധിച്ചു. പരാജയങ്ങളെ എങ്ങനെ അതിജീവിക്കണമെന്ന വലിയ പാഠമാണ് 2023 ലോകകപ്പ് രോഹിതിന് നൽകിയതെന്നും അദ്ദേഹം ആ സദസ്സിൽ തന്നെ ഓർമ്മിപ്പിച്ചു.